ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ അവക്കാഡോ ഫ്രൂട്ട് കഴിക്കുന്നത്. അങ്ങനെ ആഗ്രഹം കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് 1/2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് പച്ചയായിരുന്നു, പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പഴുക്കുന്നതിനായിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് എടുത്ത് വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കി. അപ്പോൾ നമുക്ക് തോന്നി പഴുത്തു എന്ന്. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ തൊലി ചെത്തി കളയൂലേ, അതേപോലെ തന്നെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് കുഞ്ഞ് പീസാക്കി നുറുക്കി നമ്മൾ ജ്യൂസ് അടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമെന്നേ. അങ്ങനെ നമ്മളത് കഴിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്നേ, ഒടുക്കത്തെ കയ്പ്പായിരുന്നേ. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് പച്ചയാണെന്ന്. പച്ച ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കയ്പ്പായിരിക്കും. അങ്ങനെ നമ്മൾ നെറ്റിൽ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ അത്. അങ്ങനെ നമ്മൾ അടുത്തൊരെണ്ണം എടുത്തിട്ട് നമ്മൾ പഴുക്കുന്നതിനായിട്ട് അരിയിലെടുത്ത് വെച്ചു. അങ്ങനെ 2, 3 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തപ്പോൾ അതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ പച്ച കളർ, സ്കിന്നിന് പച്ച കളറായിരുന്നു. പച്ച കളർ മാറിയിട്ട് നല്ല ഈ വീഡിയോയിൽ കണ്ട പോലെ റെഡ് കളറായിട്ടുണ്ടായിരുന്നേ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഞെങ്ങിപ്പോവും. മാത്രമല്ല നമുക്കിങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ചുരണ്ടിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കഴിക്കുമ്പോൾ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷെ നമ്മളത് ഷേക്ക് അടിച്ച് കുടിച്ചാലുണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്.